പ്രിയരെ, ഇനി 3 ആഴ്ച മാത്രമാണ് ലോഗോസ് ബൈബിൾ ക്വിസ് മത്സര പരീക്ഷയ്ക്കുള്ളത്. ആവർത്തിച്ച് ബൈബിൾ വായിക്കുകയും നന്നായി റിവിഷൻ നടത്തുകയും ചെയ്യുക. ഇത് വിശുദ്ധ ലൂക്ക, 2 കോരിന്തോസ് എന്നിവയിൽ നിന്നുള്ള 100 റിവിഷൻ ചോദ്യോത്തരങ്ങളാണ്. സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇനി നേരെ ചോദ്യോത്തരങ്ങളിലേക്ക്. 1. യേശു 12 അപ്പസ്തോലന്മാരെ അയച്ചത് എന്തിനൊക്കെയാണ്? ഉത്തരം: ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും. 2. യേശു അയച്ച അപ്പസ്തോലന്മാർ എവിടെ ചുറ്റി സഞ്ചരിച്ചാണ് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തത്? ഉത്തരം: ഗ്രാമങ്ങൾ തോറും. 3. ഹേരോദോസ് രാജാവ് പരിഭ്രാന്തനായത് എന്തിനാണ്? ഉത്തരം: സംഭവിച്ചതെല്ലാം കേട്ട്. 4. അപ്പസ്തോലന്മാർ എന്ന പദം ആദ്യമായി വിശുദ്ധ ലൂക്ക 9-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏതാണ്? ഉത്തരം: വിശുദ്ധ ലൂക്ക 9:10. 5. നിങ്ങളവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. ഇങ്ങനെ യേശു പറഞ്ഞത് ആരോടാണ്? ഉത്തരം: 12 അപ്പസ്തോലന്മാരോട്. 6. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായ ശേഷം ബാക്കി വന്ന എന്താണ് 12 കുട്ട നിറയെ അവർ ശേഖരിച്ചത്? ഉത്തരം: കഷണങ്ങൾ. 7. യേശു ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരെ കർശനമായി നിരോധിച്ച കാര്യമെന്താണ്? ഉത്തരം: പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം. 8. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഇങ്ങനെ യേശു പറഞ്ഞത് ആരോടാണ്? ഉത്തരം: എല്ലാവരോടുമായി. 9. രൂപാന്തരീകരണ സമയത്ത് മോശയും ഏലിയായും യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നത് എന്താണ്? ഉത്തരം: അടുത്ത് തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട യേശുവിൻ്റെ കടന്നുപോകലിനെ കുറിച്ച്. 10. വിശുദ്ധ ലൂക്ക 9:51 പറയുന്ന ആരോഹണം എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ്? ഉത്തരം: യേശുവിൻ്റെ കുരിശുമരണം, ഉയർപ്പ്, സ്വർഗാരോഹണം എന്നിവയെ വിവക്ഷിക്കുന്നു. 11. താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ 2 പേരായി അയക്കുന്നതിന് യേശു തിരഞ്ഞെടുത്തത് എത്ര പേരെയാണ്? ഉത്തരം: 72 പേരെ. 12. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ യേശു അധികാരം നൽകിയത് ആർക്കാണ്? ഉത്തരം: യേശു തിരഞ്ഞെടുത്ത 72 പേർക്ക്. 13. കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ ആരോട് പ്രാർത്ഥിക്കാനാണ് തിരഞ്ഞെടുത്ത 72 പേരോട് യേശു പറഞ്ഞത്? ഉത്തരം: കൊയ്ത്തിന്റെ നാഥനോട്. 14. കർത്താവ് തിരഞ്ഞെടുത്ത 72 പേരോടും എന്തിൽ സന്തോഷിക്കാനാണ് യേശു പറഞ്ഞത്? ഉത്തരം: അവരുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ. 15. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ 3 ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? യേശുവിൻ്റെ ഈ ചോദ്യത്തിന് ആ നിയമജ്ഞൻ എന്തുത്തരമാണ് നൽകിയത്? ഉത്തരം: അവനോട് കരുണ കാണിച്ചവൻ. 16. എന്തിനു വേണ്ടിയാണ് അർദ്ധരാത്രിയിൽ ഒരുവൻ തൻ്റെ സ്നേഹിതനോട് 3 അപ്പം വായ്പ ചോദിച്ചത്? ഉത്തരം: യാത്രാമധ്യേ അർദ്ധരാത്രിയിൽ തൻ്റെ അടുക്കൽ വന്ന മറ്റൊരു സ്നേഹിതന് നൽകാൻ. 17. ആർക്കാണ് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി നൽകുന്നത്? ഉത്തരം: സ്വർഗസ്ഥനായ പിതാവിനോട് ചോദിക്കുന്നവർക്ക്. 18. യേശു പിശാചുക്കളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം: ജനങ്ങളിൽ ചിലർ. 19. യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഒരടയാളം യേശുവിനോട് ആവശ്യപ്പെട്ടത് ആരാണ്? ഉത്തരം: ജനങ്ങളിൽ വേറെ ചിലർ. 20. വിജ്ഞാനത്തിന്റെ താക്കോൽ കരസ്ഥമാക്കിയെങ്കിലും അകത്ത് പ്രവേശിക്കാത്തത് ആരാണ്? ഉത്തരം: നിയമജ്ഞർ. 21. യേശു പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ തക്കം നോക്കിയത് ആരൊക്കെയാണ്? ഉത്തരം: നിയമജ്ഞരും ഫരിസേയരും. 22. ആരെ ഭയപ്പെടാനാണ് യേശു ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയത്? ഉത്തരം: കൊന്നതിന് ശേഷം
നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ. 23 എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കുന്നതും ആകുലചിത്തരാകുന്നതും ആരെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം, ഈ ലോകത്തിന്റെ ജനതകൾ. 24 എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്, അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഈ വാക്യത്തിൽ പറയുന്ന സ്നാനം എന്താണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം, യേശുവിന്റെ പീഠാനുഭവം. 25 വിശുദ്ധ ലൂക്ക 12:56 യേശു കപടനാട്യക്കാരെ എന്ന് വിളിച്ചത് ആരെയാണ്? ഉത്തരം, ജനക്കൂട്ടത്തെ. 26 സോളമൻ പോലും അവന്റെ സർവമഹത്വത്തിലും എന്തിനെപ്പോലെ അലങ്കൃതനായിരുന്നില്ല എന്നാണ് കർത്താവ് പറയുന്നത്. ഉത്തരം, ലില്ലികളിൽ ഒന്നിനെ പോലെ. 27 വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളുള്ള അധ്യായം ഏതാണ്? ചോദ്യങ്ങൾ എത്രയാണ്? ഉത്തരം, 12-ാം അധ്യായം. ആകെ 11 ചോദ്യങ്ങൾ. 28 3 വർഷമായി അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലമൊന്നും കാണാത്തതിനാൽ എന്ത് ചെയ്യാനാണ് അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചവൻ കൃഷിക്കാരനോട് പറഞ്ഞത്? ഉത്തരം, അത്തിവൃക്ഷത്തിനെ വെട്ടിക്കളയാൻ. 29 ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം യേശുവിനെ അറിയിച്ചത് ആരാണ്? ഉത്തരം, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ. 30 എങ്ങനെ 18 പേർ മരിച്ചു എന്നാണ് വിശുദ്ധ ലൂക്ക 13:4 പറയുന്നത്? ഉത്തരം, സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ്. 31 യേശു എങ്ങനെയാണ് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നത്? ഉത്തരം, പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട്. 32 വാതിൽക്കൽ മുട്ടുന്ന അനേകരോട് അകന്നു പോകാൻ വീട്ടുടമസ്ഥൻ പറയുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം, അനീതി പ്രവർത്തിക്കുന്നവരായതിനാൽ. 33 അവസാന സ്ഥാനത്തിരിക്കുന്ന അതിഥിയോട് ആതിഥേയൻ സ്നേഹിത മുന്നോട്ട് കയറിയിരിക്കുക എന്ന് പറയുമ്പോൾ അതിഥിക്ക് കൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെയും മുമ്പാകെ എന്താണ് ഉണ്ടാകുന്നത്? ഉത്തരം, മഹത്വമുണ്ടാകും. 34 വിരുന്നിന്റെ ഉപമയിൽ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ വരില്ലെന്നറിഞ്ഞ ഗൃഹനാഥൻ ആരെയൊക്കെ കൂട്ടിക്കൊണ്ടുവരാനാണ് ദാസനോട് പറഞ്ഞത്? ഉത്തരം, ദരിദ്രർ, വികലാംഗർ, കുരുടർ, മുടന്തർ എന്നിവരെ. 35 മണ്ണിനോ വളത്തിനോ ഉപകരിക്കുകയില്ലാത്ത ഉറകെട്ട ഉപ്പിനെ ആളുകൾ എന്താണ് ചെയ്യുന്നത്? ഉത്തരം, ആളുകൾ ഉറകെട്ട ഉപ്പിനെ പുറത്തെടുത്ത് കളയുന്നു. 36 നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടുന്നവൻ ആരെയാണ് വിളിച്ചുകൂട്ടി നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ എന്ന് പറയുന്നത്? ഉത്തരം, കൂട്ടുകാരെയും അയൽവാസികളെയും. 37 അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് എവിടെ സന്തോഷമുണ്ടാകുമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം, ദൈവത്തിന്റെ ദൂതന്മാരുടെ മുൻപിൽ. 38 ദൂരദേശത്ത് വെച്ച് പന്നി തിന്നിരുന്ന തവിട് പോലും വയറ് നിറയ്ക്കാൻ ആരും ഇളയ മകന് കൊടുക്കാതെ വന്നപ്പോൾ അവന് എന്താണ് ഉണ്ടായത്? ഉത്തരം, സുബോധമുണ്ടായി. 39 പിതാവിന്റെ അടുത്തേക്ക് ചെന്ന ഇളയപുത്രനെ ദൂരെ വെച്ച് തന്നെ കണ്ട പിതാവ് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനോട് എന്താണ് ചെയ്തത്? ഉത്തരം, കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. 40 യജമാനന് 100 ബത്ത് എണ്ണ കൊടുക്കാനുണ്ടായിരുന്ന ഒന്നാമനോട് പ്രമാണമെടുത്ത് എങ്ങനെ തിരുത്തി എഴുതാനാണ് കാര്യസ്ഥൻ പറഞ്ഞത്? ഉത്തരം, 50 ബത്ത് എന്ന്. 41 യജമാനന് 100 കോർ ഗോതമ്പ് കൊടുക്കാനുണ്ടായിരുന്ന മറ്റൊരുവനോട് പ്രമാണമെടുത്ത് എങ്ങനെ തിരുത്തി എഴുതാനാണ് കാര്യസ്ഥൻ പറഞ്ഞത്? ഉത്തരം, 80 കോർ എന്ന്. 42 യേശുവിനെ പുച്ഛിച്ചത് ആരാണ്? ഉത്തരം, പണക്കൊതിയരായ പരിസേയർ. 43 ആരെയൊക്കെയാണ് ഒന്നിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് യേശു പറഞ്ഞത്? ഉത്തരം, ദൈവത്തെയും ഫലത്തെയും. 44 നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു. അതിനുശേഷം എന്ത് പ്രസംഗിക്കുന്നുവെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം, ദൈവരാജ്യത്തിന്റെ സുവിശേഷം. 45 ആര് പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താനും ധനവാന്റെ സഹോദരങ്ങൾക്ക്
ബോധ്യമാകുകയില്ല എന്നാണ് അബ്രാഹം ധനവാനോട് പറഞ്ഞത്. ഉത്തരം മോശയും പ്രവാചകന്മാരും. 46 വിശുദ്ധ ലൂക്ക 9:51 വിവരിക്കുക. ഉത്തരം തൻ്റെ ആരോഹണത്തിന്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ അവൻ ജെറുസലേമിലേക്ക് പോകാൻ ഉറച്ചു. 47 വിശുദ്ധ ലൂക്ക 11:28 വിവരിക്കുക. ഉത്തരം അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. 48 വിശുദ്ധ ലൂക്ക 12:15 വിവരിക്കുക. ഉത്തരം അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. 49 വിശുദ്ധ ലൂക്ക 14:15 വിവരിക്കുക. ഉത്തരം അവനോടുകൂടെ ഭക്ഷണത്തിരുന്നവരിൽ ഒരുവൻ ഇത് കേട്ടിട്ട് അവനോട് പറഞ്ഞു, ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. 50 വിശുദ്ധ ലൂക്ക 16:16 വിവരിക്കുക. ഉത്തരം നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു. അതിനുശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു. 51 ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ എന്തിൽ നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കാം എന്നാണ് പൗലോസ്ലീഹ കോരിന്തോസുകാരോട് പറഞ്ഞത്. ഉത്തരം ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന്. 52 ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല, ആരെയും മുറിപ്പെടുത്തിയിട്ടില്ല, ആരെയും വഞ്ചിച്ചിട്ടില്ല. ഇങ്ങനെ പറഞ്ഞത് എന്തിനു വേണ്ടി അല്ല എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്. ഉത്തരം കോരിന്തോസുകാരെ കുറ്റപ്പെടുത്താനല്ല. 53 എന്തിനു വേണ്ടിയാണ് തങ്ങളുടെ ഹൃദയത്തിൽ കോരിന്തോസുകാരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഉത്തരം ഒന്നിച്ച് മരിക്കാനും ജീവിക്കാനും വേണ്ടി. 54 മക്കേദോനിയയിൽ വെച്ച് എന്ത് ക്ലേശമാണ് തങ്ങളെ സദാ അലട്ടിക്കൊണ്ടിരുന്നു എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്. ഉത്തരം പുറമേ മത്സരം, അകമേ ഭയം. 55 പൗലോസ്ലീഹായുടെ എഴുത്ത് കോരിന്തോസുകാരെ ദുഃഖിപ്പിച്ചതിൽ പൗലോസ്ലീഹ ഇപ്പോൾ സന്തോഷിക്കുന്നത് അവരെ ദുഃഖിപ്പിച്ചത് കൊണ്ടല്ല, പിന്നെ എന്തുകൊണ്ടാണ്? ഉത്തരം കോരിന്തോസുകാരുടെ ദുഃഖം അവരെ പശ്ചാത്താപത്തിലേക്ക് നയിച്ചതിനാൽ. 56 തങ്ങൾ കോരിന്തോസുകാരോട് പറഞ്ഞതെല്ലാം സത്യമായിരിക്കുന്നത് പോലെ മറ്റെന്താണ് സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നുവെന്ന് പൗലോസ്ലീഹ പറഞ്ഞത്. ഉത്തരം തീത്തോസിനോട് തങ്ങൾ കോരിന്തോസുകാരെ കുറിച്ച് മേനി പറഞ്ഞത്. 57 കോരിന്തോസുകാർക്ക് പൗലോസ്ലീഹായോടുള്ള താല്പര്യത്തെയും സഹതാപത്തെയും തീഷ്ണതയെയും കുറിച്ച് തീത്തോസ് പറഞ്ഞപ്പോൾ അത്യധികം സന്തോഷിച്ചത് ആരാണ്? ഉത്തരം പൗലോസ്ലീഹ. 58 ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ മക്കേദോനിയക്കാരുടെ എന്താണ് ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകിയത്? ഉത്തരം സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും. 59 എല്ലാ കാര്യങ്ങളിലും വിശ്വാസത്തിലും പ്രഭാഷണത്തിലും വിജ്ഞാനത്തിലും സമ്പൂർണമായ ഉത്സാഹത്തിലും തങ്ങളോടുള്ള സ്നേഹത്തിലും കോരിന്തോസുകാർ മികച്ചു നിൽക്കുന്നത് പോലെ എന്തിലും മികച്ചു നിൽക്കണമെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്. ഉത്തരം കാരുണ്യ പ്രവർത്തനങ്ങളിൽ. 60 മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ കോരിന്തോസുകാരുടെ എന്ത് തെളിയിക്കുകയാണെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്. ഉത്തരം കോരിന്തോസുകാരുടെ സ്നേഹം യഥാർത്ഥമാണെന്ന്. 61 താല്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവന്റെ കഴിവനുസരിച്ചുള്ള ദാനം സ്വീകരിക്കുന്നത് ആരാണ്? ഉത്തരം ദൈവം. 62 കോരിന്തോസിലേക്ക് അയച്ച രണ്ടാമത്തെ സഹോദരനിപ്പോൾ എന്ത് നിമിത്തമാണ് പൂർവോപരി ഉത്സാഹിയായിരിക്കുന്നത്? ഉത്തരം കോരിന്തോസുകാരിലുള്ള ഉത്തമ വിശ്വാസ നിമിത്തം. 63 കോരിന്തോസുകാരുടെ ഇടയിലെ ശുശ്രൂഷയിൽ പങ്കുകാരനും സഹപ്രവർത്തകനും ആരെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? ഉത്തരം തീത്തോസ്. 64 തങ്ങളുടെ സഹോദരന്മാർ ആരെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം സഭകളുടെ
അപ്പസ്തോലന്മാരും ക്രിസ്തുവിൻ്റെ മഹത്വവും. 65 ആരാണ് കഴിഞ്ഞ വർഷം മുതൽ തയ്യാറായിരിക്കുകയാണെന്ന് മക്കേദോനിയക്കാരോട് പൗലോസ്ലീഹ പ്രശംസിച്ച് പറഞ്ഞത്? ഉത്തരം അക്കായിയായിലുള്ളവർ. 66 മക്കേദോനിയക്കാർ ആരെങ്കിലും തൻ്റെ കൂടെ വരികയും കോരിന്തോസുകാരെ എന്തില്ലാത്തവരായി കാണുകയും ചെയ്താൽ ഇത്രമാത്രം വിശ്വാസം കോരിന്തോസുകാരിൽ അർപ്പിച്ച തങ്ങൾ അപമാനിതരാകുമെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? ഉത്തരം ഒരുക്കമില്ലാത്തവരായി. 67 കോരിന്തോസുകാർക്ക് ആവശ്യമുള്ളതെല്ലാം എങ്ങനെ ഉണ്ടാകാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം സദാ സമൃദ്ധമായി. 68 2 കോരിന്തോസ് 9:9 പ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ എന്താണ് എന്നേക്കും നിലനിൽക്കുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ നീതി. 69 കോരിന്തോസുകാരെ എല്ലാവിധത്തിലും സമ്പന്നരാക്കിയത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം ഉദാരശീലരാകേണ്ടതിന്. 70 വിശുദ്ധർ കോരിന്തോസുകാരെ കാണാൻ ആഗ്രഹിക്കുന്നതും കോരിന്തോസുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും എന്ത് നിമിത്തമാണ്? ഉത്തരം കോരിന്തോസുകാരിൽ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തം. 71 കോരിന്തോസുകാർ എന്ത് ആയതിനു ശേഷം അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ തങ്ങൾ സന്നദ്ധരായിരിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? ഉത്തരം അനുസരിക്കുന്നവരായതിനു ശേഷം. 72 തങ്ങളുടെ എന്തിനെപ്പറ്റി താൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിൽ തനിക്ക് ലജ്ജിക്കാനില്ല എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? ഉത്തരം അധികാരത്തെപ്പറ്റി. 73 എന്തിനാണ് കർത്താവ് തങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? ഉത്തരം കോരിന്തോസുകാരെ പടുത്തുയർത്താൻ. 74 എന്താണ് തങ്ങളുടെ പ്രത്യാശ എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? ഉത്തരം കോരിന്തോസുകാരുടെ ഇടയിൽ തങ്ങളുടെ അധികാരമണ്ഡലം പൂർവോപരി വികസിക്കുമെന്ന്. 75 സ്വീകാര്യനായി പൗലോസ്ലീഹ പറയുന്നത് ആരെയാണ്? ഉത്തരം കർത്താവ് പ്രശംസിക്കുന്നവനെ. 76 കോരിന്തോസുകാർ ഇപ്പോൾ തന്നെ പൗലോസ്ലീഹായോട് എന്ത് കാണിക്കുന്നുണ്ടല്ലോ എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? ഉത്തരം സഹിഷ്ണുത. 77 നിർമ്മലമായ വധുവിനെ അവളുടെ ഭർത്താവിനെന്നതുപോലെ കോരിന്തോസുകാരെ ആർക്ക് സമർപ്പിക്കേണ്ടതിനാണ് ക്രിസ്തുവുമായി കോരിന്തോസുകാരുടെ വിവാഹ നിശ്ചയം പൗലോസ്ലീഹ നടത്തിയത്? ഉത്തരം ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന്. 78 കോരിന്തോസുകാരെ അടിമകളാക്കുകയും കൊള്ളയടിക്കുകയും ചൂഷണം ചെയ്യുകയും അഹങ്കരിക്കുകയും അവരുടെ മുഖത്തടിക്കുകയും ചെയ്യുന്നവരോട് കോരിന്തോസുകാർ എന്ത് ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? ഉത്തരം സഹിഷ്ണുത പുലർത്തുന്നുണ്ടല്ലോ. 79 യഹൂദരുടെ കയ്യിൽ നിന്ന് പൗലോസ്ലീഹായ്ക്ക് എത്ര പ്രാവശ്യമാണ് അടി കിട്ടിയത്? ആകെ എത്ര അടിയാണ് കിട്ടിയത്? ഉത്തരം 5 പ്രാവശ്യം. ആകെ 195 അടികൾ കിട്ടി. 80 കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും പൗലോസ്ലീഹ എന്താണ് ചെയ്തത്? ഉത്തരം ജീവിച്ചു. 81 പൗലോസ്ലീഹായ്ക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എന്തിനെക്കുറിച്ചായിരിക്കും പ്രശംസിക്കുക എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? ഉത്തരം പൗലോസ്ലീഹായുടെ ബലഹീനതകളെക്കുറിച്ചായിരിക്കും. 82 ദമാസ്കസിൽ വെച്ച് അരേത്താസ് രാജാവിൻ്റെ ദേശാധിപതിയുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി മതിലിലുള്ള ഒരു കിളിവാതിലിലൂടെ എന്തിലാണ് പൗലോസ്ലീഹായെ താഴേക്കിറക്കപ്പെട്ടത്? ഉത്തരം കുട്ടയിൽ. 83 മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട മനുഷ്യൻ ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ ഉയർത്തപ്പെട്ടതെന്ന് ആർക്കറിയില്ലെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം പൗലോസ്ലീഹായ്ക്ക്. 84 നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ഇത് കർത്താവ് അരുളി ചെയ്തത് എപ്പോഴാണ്? ഉത്തരം
തൻ്റെ ശരീരത്തിൽ നിന്ന് പിശാചിൻ്റെ ദൂതൻ വിട്ടകലാൻ വേണ്ടി പൗലോസ്ലീഹ കർത്താവിനോട് അപേക്ഷിച്ചപ്പോൾ 85 ആരാണ് അതീവ സന്തോഷത്തോടെ കോരിന്തോസുകാരുടെ ആത്മാക്കൾക്ക് വേണ്ടി തനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും തന്നെ സമർപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞത്? ഉത്തരം പൗലോസ്ലീഹ. 86 തങ്ങൾ യഥാർത്ഥത്തിൽ കോരിന്തോസുകാരുടെ അഭ്യുന്നതിക്ക് വേണ്ടി ദൈവസമക്ഷം സമസ്തവും ആരിലാണ് പ്രസംഗിച്ചിരുന്നത് എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? ഉത്തരം ക്രിസ്തുവിൽ. 87 പൗലോസ്ലീഹ വരുമ്പോൾ കോരിന്തോസുകാരിൽ എന്തൊക്കെ തിന്മകളായിരിക്കുമോ കണ്ടെത്തുന്നത് എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? ഉത്തരം കലഹവും അസൂയയും കോപവും മാത്സര്യവും അപവാദവും പരദൂഷണവും അഹന്തയും അസ്വസ്ഥതയുമായിരിക്കുമോ കണ്ടെത്തുന്നത് എന്ന്. 88 നേരത്തെ പാപം ചെയ്തവരും എന്നാൽ തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാസക്തിയെക്കുറിച്ചും പശ്ചാത്തപിക്കാത്തവരുമായ അനേകരെ ഓർത്ത് എന്ത് ചെയ്യേണ്ടി വരുമോ എന്നാണ് പൗലോസ്ലീഹ ഭയപ്പെടുന്നത്? ഉത്തരം വിലപിക്കേണ്ടി വരുമോ എന്ന്. 89 2 കോരിന്തോസ് 13:1 പ്രകാരം പൗലോസ്ലീഹ എത്രാം പ്രാവശ്യമാണ് കോരിന്തോസ് സന്ദർശിക്കാൻ പോകുന്നത്? ഉത്തരം 3-ാം പ്രാവശ്യം. 90 ക്രിസ്തു പൗലോസ്ലീഹായിലൂടെ സംസാരിക്കുന്നു എന്നതിന് കോരിന്തോസുകാർ എന്ത് ആഗ്രഹിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? ഉത്തരം തെളിവ്. 91 തങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും കോരിന്തോസുകാർ എന്ത് ചെയ്യണമെന്നാണ് പൗലോസ്ലീഹ 2 കോരിന്തോസ് 13:7 പറയുന്നത്? ഉത്തരം നന്മ പ്രവർത്തിക്കണം. 92 കോരിന്തോസുകാരോട് പെരുമാറുമ്പോഴാകട്ടെ തങ്ങൾ ക്രിസ്തുവിനോടുകൂടെ എന്തുകൊണ്ട് ജീവിക്കുമെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? ഉത്തരം ദൈവത്തിൻ്റെ ശക്തി കൊണ്ട്. 93 യേശുക്രിസ്തു കോരിന്തോസുകാരിൽ ഉണ്ട് എന്ന് അവർക്ക് ബോധ്യമായിട്ടില്ലെങ്കിൽ അവർ എന്ത് ചെയ്തിരിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? ഉത്തരം പരീക്ഷയിൽ തീർച്ചയായും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന്. 94 എന്തിനു വേണ്ടിയാണ് തങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നാണ് പൗലോസ്ലീഹ 2 കോരിന്തോസ് 13:9 പറയുന്നത്? ഉത്തരം കോരിന്തോസുകാരുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി. 95 2 കോരിന്തോസ് 13:12 പ്രകാരം ആരാണ് കോരിന്തോസുകാരെ അഭിവാദനം ചെയ്യുന്നത്? ഉത്തരം വിശുദ്ധരെല്ലാവരും. 96 2 കോരിന്തോസ് 7:6 വിവരിക്കുക. ഉത്തരം എന്നാൽ ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകി. 97 2 കോരിന്തോസ് 8:15 വിവരിക്കുക. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അധികം സമ്പാദിച്ചവന് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല, അല്പം സമ്പാദിച്ചവന് കുറവുമുണ്ടായിരുന്നില്ല. 98 2 കോരിന്തോസ് 9:11 വിവരിക്കുക. ഉത്തരം നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളിലൂടെ ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രമായി പരിണമിക്കുകയും ചെയ്യും. 99 2 കോരിന്തോസ് 11:8 വിവരിക്കുക. ഉത്തരം നിങ്ങളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി മറ്റ് സഭകളിൽ നിന്ന് സഹായം സ്വീകരിച്ചുകൊണ്ട് ഞാൻ അവരെ കവർച്ച ചെയ്യുകയായിരുന്നു. 100 2 കോരിന്തോസ് 13:8 വിവരിക്കുക. ഉത്തരം സത്യത്തിന് വേണ്ടിയല്ലാതെ സത്യത്തിനെതിരായി ഒന്നും ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ല.